ആലപ്പുഴ ഹരിപ്പാട് 6 മാസം പ്രായമുള്ള കുഞ്ഞ് ആനയുടെ കാൽച്ചുവട്ടിൽ വീണ ഭയപ്പെടുത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്. ആ കുഞ്ഞിൻ്റെ പേടി മാറാനാണ് സ്വന്തം പിതാവ് കുഞ്ഞിനെ ആനക്കൊമ്പിലിരുത്തുന്നത്. അതിനിടെ അപകടം സംഭവിക്കുന്നു. സംഭവത്തിൽ പിതാവിനെതിരെയും ആനപ്പാപ്പാനെതിരെയും ഒന്നാം പാപ്പാൻ ജിതിനെതിരെയും ജിതിൻ്റെ സഹായിയും കുട്ടിയുടെ പിതാവുമായ അഭിലാഷിനെതിരെയുമാണ് ഹരിപ്പാട് പോലീസ് കേസെടുത്തത്. മതപ്പാടിനെ തുടർന്ന് പാപ്പാനെ കുത്തിക്കൊന്ന ആനയുടെ മുന്നിലായിരുന്നു കുഞ്ഞുമായുള്ള സാഹസം. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ ആന ഇതിനു മുൻപ് ഒരു പാപ്പാനെ കുത്തിക്കൊന്നിട്ടുള്ളതാണ്. അതുപോലെ ഉള്ളൊരു ആനയുടെ മുന്നിലാണ് സ്വന്തം കുഞ്ഞുമായിട്ടുള്ള സാഹസം കാട്ടിയത്. ഇതെന്നായിരുന്നു സംഭവം? പോലീസ് രണ്ടുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ. ടോമെ, ഈ സംഭവം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. അതായത് ഹരിപ്പാട് ക്ഷേത്രത്തിലെ സ്കന്ദൻ എന്ന ആനയുടെ പാപ്പാന്മാരും ഒപ്പം തന്നെ പാപ്പാന്റെ സഹായിയും ചേർന്നാണ് അതിസാഹസത്തിന് മുതിർന്നത് എന്നുള്ളതാണ്. അതായത് ഈ ആനയുടെ പാപ്പാൻ ജിതിൻ, അയാളുടെ സഹായിയായ അഭിലാഷിന്റെ കുട്ടിയാണ് ഇത്തരത്തിൽ 6 മാസം പ്രായമായ പിഞ്ചു കുഞ്ഞിനെ വെച്ചിട്ടാണ് ഇത്ര വലിയൊരു സാഹസം അവർ കാട്ടിയത് എന്നുള്ളതാണ്. അതായത് കുട്ടിയെ ചോറൂണിനായി ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതാണ്. അതിനുശേഷം കുഞ്ഞിനെ പേടി മാറ്റാൻ എന്നുള്ള പേരിലാണ് കുട്ടിയെ കൊണ്ടുവന്ന് ആനയുടെ കീഴ്ഭാഗത്തു കൂടി കുട്ടിയെ കൊണ്ട് കടന്നു. അതിനുശേഷം പിന്നീട് ആനയുടെ തുമ്പിക്കൈയുടെ ഭാഗത്തേക്ക് കുഞ്ഞിനെ പലതവണ വെക്കാനായി ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ കൊമ്പിന്റെ തുമ്പിക്കൈയുടെ ഭാഗത്തായിട്ട് വെക്കുമ്പോൾ ഈ കുഞ്ഞ്, അതായത് 6 മാസം പ്രായമുള്ള കുഞ്ഞ് അത്രയും ഉയരത്തിൽ നിന്ന് നിലത്തേക്ക് വീഴുകയാണ്. അതിനുശേഷം ഈ കുട്ടിയെ ആനയുടെ ഈ തുമ്പിക്കൈയുടെ ഭാഗത്തേക്ക് പിടിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞ് കരയുന്നത് നമുക്ക് കേൾക്കാം. എത്ര കരഞ്ഞിട്ടും യാതൊരു കൂസലുമില്ലാതെ അവർ ആ കുഞ്ഞിനെ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ആ കുഞ്ഞ് ഈ അഭിലാഷിന്റെ കയ്യിൽ നിന്ന് തന്നെ ഈ കുട്ടി താഴത്തേക്ക് വീഴുകയാണ്. അങ്ങനെ വീണ ഈ സംഭവം ആ പരിസരത്ത് നിന്ന ആളുകൾ, കോമ്പൗണ്ടിന് പുറത്ത് നിന്ന്, മതിൽക്കെട്ടിന് പുറത്ത് നിന്ന ആളുകൾ ഇവർ ഈ കുട്ടിയെ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളെ എതിർത്തും പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവർ ഈ ദൃശ്യങ്ങൾ പറഞ്ഞത് വകവയ്ക്കാതായതോടുകൂടിയ ജനങ്ങളെ, അവിടെ കൂടിയിരുന്ന ജനങ്ങൾ ആ ദൃശ്യം പകർത്തുകയായിരുന്നു. ഈ ആനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കന്ദൻ എന്ന ആന മതപ്പാടിന്റെ ലക്ഷണം ഉണ്ടായിരുന്ന ആനയാണ്. 4 മാസം മുമ്പ് ആനയെ മതപ്പാടിനെ തുടർന്ന് മതപ്പാടിന് ശേഷം ആനയെ ഇറക്കിയപ്പോൾ ആനയുടെ പാപ്പാനെ ചവിട്ടിക്കൊന്ന ശേഷം ഉള്ള ഒരു ആനയാണ്. അതായത് അതിനെ ഇപ്പോൾ എഴുന്നള്ളിക്കാനോ അല്ലെങ്കിൽ മറ്റു പരിപാടികൾക്കോ കൊണ്ടുപോകാൻ അനുമതി കിട്ടാത്ത അങ്ങനത്തെ ഒരു മാനസിക നിലയിലുള്ള ഒരു ആന കൂടിയാണ് അതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ല, വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ആനയുടെ ചുവട്ടിലാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇത്രയധികം സംഭവങ്ങൾ അവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ എന്തായാലും ഹരിപ്പാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛൻ അഭിലാഷ്, ഒപ്പം തന്നെ ആനയുടെ പാപ്പാനായ ജിതിൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇപ്പോൾ അഭിലാഷ് കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ആന ഇനി അടുത്ത ദിവസങ്ങൾ തന്നെ, അതായത് തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ അടുത്ത മതപ്പാടിലേക്ക് ആന പോകും എന്നുള്ളതും നമ്മളോട് ദേവസ്വം അധികൃതരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ദേവസ്വം ബോർഡ് അധികൃതർ ഇപ്പോൾ ഈ സ്ഥിരം ജീവനക്കാരനായ ജിതിനോട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്, റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അഭിലാഷിനെ താൽക്കാലിക ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ശരണ്യ, സുബോധത്തിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എനിക്കൊരു സംശയം തോന്നിയത്, ഈ പിതാവും ആനപ്പാപ്പാനും മദ്യലഹരിയിലായിരുന്നോ? മറ്റു ബന്ധുക്കളാരും ഈ സമീപത്തില്ലായിരുന്നോ? മദ്യലഹരിയിലായിരുന്നു എന്നുള്ള സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കുഞ്ഞ് താഴത്തേക്ക് വീഴുമ്പോൾ മറ്റൊരാൾ കയറി വന്ന് ഈ കുട്ടിയെ എടുക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനു മുമ്പ്, അതായത് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആനയുടെ തുമ്പിക്കൈയിൽ കുഞ്ഞിനെ കൊളുത്താൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ കുട്ടിയെ കൊമ്പിന്റെ ഭാഗത്ത് വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വെക്കാൻ ശ്രമിക്കുന്നതിനൊക്കെ മുമ്പ് ഇവര് ഈ ആനയെ മർദ്ദിച്ചിരുന്നു എന്നുള്ളതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ആനയെ ഇവരെ വരുതിയിലാക്കുന്നതിന് വേണ്ടിയായിരിക്കും ഒരു പക്ഷെ, എങ്കിൽ പോലും ആനയെ അടിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിദാരുണമായ സംഭവം. കാരണം ആന കാലം നനക്കിയിരുന്നെങ്കിൽ
ആ കുഞ്ഞിന് അപകടം പറ്റുമായിരുന്നു. പക്ഷേ ആ ആന അങ്ങനെ തന്നെ നിന്നതുകൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് അബദ്ധവശാൽ പോലും ആന ആ കാലനക്കിയിരുന്നെങ്കിൽ ആ കുഞ്ഞ് അതിനടിയിൽ പെട്ടുപോകാൻ അത്ര ഗൗരവതരമായ സംഭവം തന്നെയാണ് ഹരിപ്പാട് നടന്നത്. ടോം, തീർച്ചയായും അങ്ങനെ ഈ ആനയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ തിരുവനന്തപുരത്ത് സമാനമായ രീതിയിൽ ഒരാനയെ പാപ്പാൻ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ പാപ്പാനെതിരെ വനംവകുപ്പ് കേസെടുത്തിരുന്നു. ഈ സംഭവത്തിൽ, അതായത് കുഞ്ഞിനെയും കൂട്ടി സാഹസം കാട്ടിയത് ഒരു വശത്ത്, മറുവശത്ത് ഒരു മിണ്ടാപ്രാണിയോട് കാട്ടിയ ക്രൂരത കൂടിയുണ്ട്. സംഭവത്തിലും നടപടി ഉണ്ടാകുമോ? അതായത് ആനയെ മർദ്ദിച്ച സംഭവത്തിലും നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഇത് അതീവ ഗൗരവകരമായ ഒരു വിഷയമാണ്. കാരണം തിരിച്ചറിവില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ വെച്ചിട്ടാണ് എന്ത് അന്ധവിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും ഇത്തരം സാഹസങ്ങൾ കാണിച്ചത് എന്നുള്ളതാണ്. അതിൽ തന്നെ ആനയിൽ നിന്ന് പരിക്കേൽക്കുന്നതിനപ്പുറം ഈ കുഞ്ഞ് നമുക്കറിയാം, ഒരു ആനയുടെ തുമ്പിക്കൈയും കൊമ്പിന്റെ ഭാഗവും വരുമ്പോൾ എത്രമാത്രം പൊക്കമുണ്ടാകുമെന്ന്. ആ ഒരു ഉയരത്തിൽ നിന്നാണ് കുഞ്ഞ് താഴത്തേക്ക് വീഴുന്നത്. ഈ 5 മാസം 6 മാസം പ്രായമുള്ള കുഞ്ഞാണ് ഈ അത്രയും ഹൈറ്റിൽ നിന്ന് നിലത്തേക്ക് വീണിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ആനയുടെ കാൽച്ചൂട്ടിലേക്കാണ് ഈ കുഞ്ഞ് വീഴുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ അത് ആർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്ര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ആ കുട്ടിയെ വെച്ച് ചെയ്തെന്നുള്ളതാണ്. അതും ഒരു തിരിച്ചറിവില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞ്. അതിനെന്ത് പറയാൻ പറ്റുമോ? കരയുക മാത്രമാണ് ആ കുട്ടി. കുഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിരന്തരം കരഞ്ഞിട്ടും ഈ കൂടെ ഉണ്ടായിരുന്ന പിതാവ് അടക്കമുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും അതില്ലാതെ വീണ്ടും ആ പ്രവൃത്തി അവർ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ആളുകൾ കോമ്പൗണ്ടിന് പുറത്ത് നിന്ന് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. ആളുകൾ പുറത്തുനിന്ന് വിളിച്ചു വരുന്നുണ്ട്. ഇവർ കാണിക്കുന്ന പ്രവൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവർ ഇത് തുടർന്നു. അപ്പോൾ ഇവർ മദ്യലഹരിയിലാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് വളരെ ഗൗരവമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആന നല്ലൊരു കണ്ടീഷനിലുള്ള ആന അല്ല എന്നുള്ളതാണ്. അതായത് ഈ നേരത്തെ മതപ്പാട് കണ്ട ഘട്ടത്തിൽ ഇതിനെ 4 മാസം മുമ്പ് അഴിച്ചു മാറ്റിയ സ്വന്തം പാപ്പാനെയാണ് അത് കുത്തി കൊലപ്പെടുത്തിയത്. ഒപ്പം കൂടെ ഉണ്ടായിരുന്ന 2ാം പാപ്പാനെ കുത്തിയിട്ട് ഗുരുതര പരിക്കുകളുമായി ആണ് അയാൾ രക്ഷപ്പെട്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ആന ഒരു മനോനില അല്ലെങ്കിൽ ഒരു സാധാരണ ഗതിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അത്തരം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാത്തൊരു ആനയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ആന വനം വകുപ്പും ഒപ്പം തന്നെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡും അതിനെ മറ്റു ചടങ്ങുകൾക്കോ എഴുന്നള്ളിപ്പിനോ ഇപ്പോൾ ഉപയോഗിക്കാനാവില്ല എന്ന് നിലപാടെടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു ഫിറ്റ്നസ് കിട്ടാത്ത ഒരു ആനയുടെ ചുവട്ടിൽ കൊണ്ടുപോയിട്ടാണ് സ്വന്തം പിതാവ് ഇതെല്ലാം അറിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ വെച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. എന്നാലും അത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വനം വകുപ്പ് അതിന് മുമ്പ് ഈ ആന ഇവർ അടിക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു പ്രകോപനം, ഇവർ അടിച്ചതിന്റെ പുറത്ത് എന്തെങ്കിലും ഒരു പ്രകോപനം ആ ആനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിനെ വെച്ചിട്ടുള്ള കളി മറ്റൊരു രീതിയിലേക്ക് മാറിയനെ എന്നുള്ളതാണ്. ഈ സംഭവത്തിനകത്ത് എന്തായാലും ദേവസ്വം ബോർഡ് വളരെ ഗൗരവത്തോടെ കാണുന്നു. അവർ നടപടിയെടുക്കുന്നതാണ് വ്യക്തമാക്കുന്നത്. പോലീസ് ഇപ്പോൾ നടപടിയെടുത്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇപ്പോൾ അച്ഛൻ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ വനം വകുപ്പും ഇനി നടപടിയെടുക്കുമോ എന്ന് വേണം. കാരണം ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ കാല് പിണഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെ ആന നിന്നതുകൊണ്ട് മാത്രം, അത് സാധാരണ നിൽക്കുന്ന പോലെ അല്ല ആന നിൽക്കുന്നത്. ആന ഇങ്ങനെ കാല് പിണഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ആ കാലൊന്ന് ഇപ്പുറത്തേക്ക് എടുത്തിരുന്നെങ്കിൽ ആ കുഞ്ഞിന് വലിയ അപകടം സംഭവിച്ചേനെ. അത്തരത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പോലീസ് ഇപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. ദേവസ്വം ബോർഡ് അവർക്ക് ഈ സംഭവത്തിനകത്ത് വിശദീകരണം ചോദിച്ചുകൊണ്ട് ഈ 2ാമത്തെ ജിതിനോട് ഇതിന്റെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ടെമ്പററി ആയിട്ടാണോ സ്ഥിരം ജീവനക്കാരനല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ സഹായിയായി എത്തിയതാണ് അഭിലാഷ് ദേവസ്വം ജീവനക്കാരനാണ്. അഭിലാഷിന് ഈ കുട്ടിയുടെ അച്ഛനാണ്. അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്താ അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുള്ള ഇതുപോലുള്ള സാഹസത്തിന് മുതിരരുത് എന്നതാണ് ഈ സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഇതുപോലുള്ള നിരവധി ആചാരങ്ങൾ അല്ലെങ്കിൽ ദുരാചാരങ്ങളൊക്കെ അനാചാരങ്ങളൊക്കെ പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഈ കുഞ്ഞിൻ്റെ പിതാവ് അഭിലാഷിനും ആനപ്പാപ്പാൻ ജിതിനെതിരെയുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.